പ്രൈസ് ദി ലോർഡ്. കർത്താവ് സ്വർഗരാജ്യം ഒരു കടുകുമണിയോട് സാദൃശ്യമെന്ന് വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. നമുക്കതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കടുകുമണി ഒരു മണിയായിട്ട് നമ്മൾ അതിനെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിപ്പോലും പിടിക്കത്തില്ല. എങ്കിൽ ആ ഒരു കടുകുമണിയെപ്പറ്റി പറയുന്ന സാദൃശ്യം എന്തെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ അതെടുത്ത് തൻ്റെ വയലിൽ നട്ടു. അത് മുളച്ചു വളർന്നു വലിയൊരു സസ്യമായി, വൃക്ഷങ്ങളിൽ ഏറ്റവും വലിയൊരു സസ്യമായി മാറി. അനേക പക്ഷികളും പറവകളും അതിലൊക്കെ വന്ന് കൂട് വെച്ച് ആശ്രയം പ്രാപിച്ച് തണൽ ആശ്രയിച്ച്, മനുഷ്യരാണെങ്കിൽ അതിൻ്റെ കീഴിൽ വന്ന് തണൽ പ്രാപിച്ച് ആശ്രയം പ്രാപിക്കുന്നതായിട്ട് ആ വചനത്തിൽ നമ്മൾക്ക് പഠിക്കുവാൻ കഴിയും. നമ്മളെ ഓരോരുത്തരെയും വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കടുകുമണിയെ പോലെ ആരുടെയും കണ്ണിന് ദയ തോന്നാതെ ഒറ്റപ്പെട്ടവരാണോ? ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും മറ്റുള്ള ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തള്ളപ്പെട്ടവരാണോ? ഒറ്റപ്പെട്ടവരാണോ? യോഗ്യതയില്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും മാറ്റപ്പെട്ട് നിന്നിട്ടുണ്ടോ? നിങ്ങളെ നോക്കി കർത്താവ് പറയാണ്, എന്നെയും നിങ്ങളെയും കർത്താവ് എൻ്റെ ദൈവത്തിൻ്റെ വയലിലൊന്ന് നട്ടു കഴിഞ്ഞാൽ അത് വളർന്ന് അനേകർക്ക് ആശ്രയമായി തീരും. നമ്മൾ കർത്താവിന് വേണ്ടി ഒന്ന് നിൽക്കുവാൻ തയ്യാറായെങ്കിൽ, ആ കർത്താവിൻ്റെ വയലിൽ നട്ടപ്പെട്ട് വളർത്തപ്പെടുവാൻ നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ അപ്പൻ്റെ വയലിൽ വലിയൊരു വൃക്ഷമായി തീർന്ന, നമ്മളിൽ കൂടെ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു വചനങ്ങളോ നമ്മളുടെ പ്രവർത്തികളോ മറ്റുള്ളവർക്ക് ആശ്രയമായി തീരത്തക്ക രീതിയിൽ തളർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും, അനാഥരെ വിധവമാരെ അവർക്കൊരാശ്രയമായി തീരുകയും, പട്ടിണി കിടക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയും, കർത്താവിൻ്റെ വയലിൽ ചെയ്യപ്പെടുന്ന ഓരോ ശുശ്രൂഷകളും ആ വയലിൽ വളർത്തപ്പെട്ടവരായ നമ്മൾ ഒരു സസ്യങ്ങളായി അങ്ങയുടെ വയലിൽ തീരുകയാണെങ്കിൽ അനേകർക്ക് ഒരു ആശ്രയമായി തീരും. കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്ന, എവിടെയെങ്കിലും ഒന്നിനെ തേടി പോകുന്ന ഒരു കർത്താവാണ്. ഒന്നിന് വളരെ പ്രാധാന്യം ദൈവവചനത്തിൽ കൊടുക്കുന്നുണ്ട്. 10 ദ്രഹ്മയിൽ 1 ദ്രഹ്മ നഷ്ടപ്പെട്ടതിനെ തേടി പോയ ആ സ്ത്രീ. അതുപോലെ ഒരു മനുഷ്യന് ഒരു ആടുണ്ടായെങ്കിൽ 99 ഉണ്ടെങ്കിൽ 1 നഷ്ടപ്പെട്ട അതിനെ തിരിഞ്ഞു പോകുന്ന, അതുപോലെ നഷ്ടപ്പെട്ട ഒന്നിനെ തേടി നടക്കുന്ന, തേടി എത്തി അതിനെ ശ്രേഷ്ഠ മാന്യമായ രീതിയിൽ എത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ ഇന്ന് ആശ്രയിക്കുന്ന കർത്താവ്. എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന യോഗ്യതയുള്ളവരെ ഒന്നുമല്ല ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തതും. ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെയാണ് കർത്താവ് ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുക്കുവാൻ ഇടയത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യോഗ്യതയോ മാന്യതയോ പദവിയോ ഒന്നും വേണ്ട ദൈവമക്കളെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നുമില്ല എന്ന് ഏൽപ്പിച്ചു കൊടുത്തൊന്ന് പണിയുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ വയലിൽ നമ്മളെ ദൈവം പണിതെടുത്ത് ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ലായി മാറ്റും. അതിനുവേണ്ടി നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.